ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല അല്ലേ. പല തിരിച്ചറിവുകളും മാറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതും ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം രണ്ടാളുണ്ടെങ്കിൽ തന്നെ നമ്മൾ പണിയൊക്കെ ഒരുവിധം പെട്ടെന്ന് തന്നെ തീരില്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് നാളെ ഇതുണ്ടാക്കാം, അതുകൊണ്ട് തന്നെ നമ്മൾ പണി ഈസി ആയിട്ട് വേഗം തീരുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടാളുണ്ടാകുമ്പോൾ ഓൾക്കൊരു അഭിപ്രായമായിരിക്കാനും നമുക്കൊരു അഭിപ്രായമായിരിക്കും. അപ്പം രണ്ടാളും കൂടെ അങ്ങനെ കൂടി ആലോചിച്ചിട്ട് അഭിപ്രായത്തിലെത്തുമ്പോഴത്തേക്കും ഒത്തിരി നേരമാവും കേട്ടോ. അങ്ങനെ ഒട്ടും പ്ലാനിങ് അല്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. എന്തുണ്ടാക്കണം എന്ത് ഉണ്ടാക്കണ്ട അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. ഏതായാലും ഞങ്ങൾ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കസിൻസൊക്കെ പറഞ്ഞു എനിക്ക് തീരെ വോളിയമില്ല, വോയിസ് ഇല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ തീരെ സൗണ്ടേ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അതിന് വേണ്ടി അല്ലാത്ത ടൈമിൽ നല്ല ഒച്ചയായിരിക്കും കേട്ടോ. മക്കളോട് പിന്നെ ഓല് പഠിച്ചിട്ടില്ലെങ്കിലൊക്കെ ഓല് പിന്നാലെ അങ്ങനെ വടിയൊക്കെ എടുത്ത് ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഒച്ചയായിരിക്കും. പിന്നെ ഞാനിവിടെ ഉമ്മാനോട് തന്നെ പറയും ഇപ്പടുത്തൊന്നും ഇവിടെ ഈ ഒരു പരിസരത്തൊന്നും ഒരു വീട് പോലും വരരുത്. കാരണം എനിക്ക് നല്ല ഒച്ചയിൽ തന്നെ സംസാരിക്കണം. പക്ഷേ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് സൗണ്ട് വരാറില്ല. അപ്പം എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഒരു ദേഷ്യമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളെ ഒരുക്കങ്ങളൊക്കെ. ഇതാ ഈ ചിരവൊക്കെ മൂർച്ച കുറവാട്ടോ. ഞാനെന്തിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ചിരവി കൊണ്ടുവരികയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞില്ല ക്ലീനിങ് എത്തുമ്പോൾ നമുക്കൊരു മനസ്സിക്കൊരു ആശ്വാസമാണല്ലേ. നമുക്ക് ഇന്നത്തെ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇതാ ഈ ഒരു നൃത്തമുണ്ടല്ലോ, വേറെ ഒന്നിനല്ല, ഓളെ കാക്കു കടയിൽ പോവാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ. അപ്പം മിഠായി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുവോളം അവനിനി വരുവോളം അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെ വേവില്ല ചോറൊക്കെ വെന്തിട്ടോ. 10 മണിയാണ് കണക്ക് കേട്ടോ. 10 മണി ആയാൽ രാവിലെ 7 മണിക്ക് ഇട്ടാൽ 10 മണിയാകുമ്പോഴത്തേനും വേവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് എന്താ അടുപ്പത്ത് തന്നെ ഞങ്ങൾ പലവകയാണ് കേട്ടോ, പലവക തീ നോക്കാണ്.